ബൈബിളിലെ 4-ാം പുസ്തകമാണ് സംഖ്യാപുസ്തകം. അധ്യായങ്ങൾ 36, വാക്യങ്ങൾ 1288, ചോദ്യങ്ങൾ 59, പ്രവചനപരമായ വാക്യങ്ങൾ 57, ദൈവത്തിൻ്റെ പ്രത്യേക ദൂതുകൾ 72, ആജ്ഞകൾ 554, വാഗ്ദാനങ്ങൾ 5, മുന്നറിയിപ്പുകൾ 79. ഗ്രീക്ക് പരിഭാഷയിൽ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേരായ അരിത്മോയ് എന്ന വാക്കിൻ്റെ തർജ്ജമയാണ് സംഖ്യ എന്നത്. ഈ പുസ്തകത്തിൻ്റെ 1ഉം 26ഉം അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്ന 2 ജനസംഖ്യ എടുപ്പിനോടുള്ള ബന്ധത്തിലാണ് ഈ പേരുണ്ടായത്. എന്നാൽ മൂലഭാഷയായ എബ്രായയിൽ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര് മരുഭൂമിയിൽ എന്നർത്ഥം വരുന്ന ബെമിത് ബാർ എന്നാണ്. മരുഭൂമിയിലെ 40 വർഷത്തെ അലച്ചിലുകളെ പറ്റിയുള്ള വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. അതിനാൽ എബ്രായയിലെ പ്രസ്തുത പേരാണ് ഈ പുസ്തകത്തിന് കൂടുതൽ അനുയോജ്യം. അവിശ്വാസവും അനുസരണക്കേടും നിമിത്തമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞുതിരിയേണ്ടി വന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. എബ്രായ ബൈബിളിൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് വാക്കോ ദേബർ അഥവാ അരുളി ചെയ്തു എന്ന പദം കൊണ്ടാണ്. ഇസ്രായേലിൽ യുദ്ധപ്രാപ്തരായ പുരുഷന്മാർ എത്ര പേരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തണമെന്നാണ് ദൈവം മോശയോട് അരുളി ചെയ്തത്. മിസ്രയീമിൽ നിന്നും അവർ പുറപ്പെട്ടതിനു ശേഷം 2 വർഷം കഴിഞ്ഞ് ഈ 1ാമത്തെ ജനസംഖ്യ എടുത്തു. എന്നാൽ 38 വർഷത്തിനു ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മറ്റൊരു ജനസംഖ്യാ നിർണയമുണ്ടായി. ആദ്യത്തെ ജനസംഖ്യയിൽ 6 ലക്ഷം യുദ്ധപ്രാപ്തന്മാർ ഉണ്ടായിരുന്നു എങ്കിലും മരുഭൂമി യാത്രക്കിടയിൽ അവരെല്ലാം മരണമടഞ്ഞിരുന്നു. എന്നാൽ കനാൻ പിടിച്ചടക്കേണ്ട സമയമായപ്പോൾ മറ്റൊരു 6 ലക്ഷം യുദ്ധപ്രാപ്തരായവർ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. മിസ്രയീമിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ, ന്യായപ്രമാണം ലഭിച്ചവർ, ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയവർ, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അത്യത്ഭുതകരമായ നിലയിൽ വഴി നടത്തപ്പെട്ടവർ എന്നീ നിലകളിൽ ഇസ്രായേൽ ജനം ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട് വിജയകരമായ ഒരു ജീവിതം കാഴ്ചവെക്കേണ്ടവരായിരുന്നു. പക്ഷേ ഇതിൽ അവർ ദയനീയമാം വിധം പലവട്ടം പരാജയപ്പെട്ടു. ആ ചരിത്രമാണ് ഈ പുസ്തകം വരച്ചു കാണിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്കും ഈ പുസ്തകം വിലയേറിയ ആത്മീയ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേലിന് സംഭവിച്ചത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണെന്ന് 1 കൊരിന്ത്യർ 10:11 പൗലോസ് വ്യക്തമാക്കുന്നു. തുടർന്ന് ഒരു വിബൽ പ്രബോധനവും, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ പുറപ്പെട്ട ഇസ്രായേൽ ജനം എന്തുകൊണ്ട് അതിൽ പരാജയപ്പെട്ടു എന്നും തുടർന്ന് അവർ എങ്ങനെ വീണ്ടും പ്രവേശനത്തിന് ശ്രമിച്ചു എന്നും രേഖപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തകം എഴുതിയതിൻ്റെ ലക്ഷ്യം. ഈ പുസ്തകം എഴുതിയത് മോശയാണ്. സംഖ്യാപുസ്തകം 33:2 മോശ ഇതെല്ലാം എഴുതി വച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം എഴുതിയ കാലം ഏകദേശം BC 1450 1410 മധ്യേ. സ്ഥലം മോവാബ് സമഭൂമിയിൽ വച്ച്. കാലപരിധി ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലെ 38 വർഷത്തെ യാത്രാ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആമീൻ.